മിസ് മൈ ഹോം, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പൊ നിങ്ങളെല്ലാരും അടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു. കുഞ്ഞിതാക്കട ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞാടെ ബാംഗ്ലൂർ ഡേയ്സ്? മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നു. സ്ട്രീറ്റ് മിസ് ചെയ്യുന്നു, ചർച്ച് സ്ട്രീറ്റ് മിസ് ചെയ്യുന്നു, ക്ലബ് സ്ട്രീറ്റ് മിസ് ചെയ്യുന്നു. പേരൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഫോട്ടോക്കെ എടുത്ത് വെച്ചിട്ട് ചില സ്ഥലമൊക്കെ. നമ്മുടെ ബേബി ഇവിടെ എത്തിയിട്ടുണ്ട്. ബേബി എങ്ങനെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഐ ലവ് ബാംഗ്ലൂർ. നമുക്ക് ഒരിട്ട് പോകണ്ട. ഓ, എനിക്ക് ബാംഗ്ലൂർ സ്ഥിരമായിട്ട് നിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ ഇടക്ക് പോയി വരാൻ അതാണ് ഇടക്ക് പോയി വരാനൊക്കെ. ഇവരിപ്പോ ഫുൾ ടൈം ഡാൻസ് കളിച്ചില്ലേ നടക്കട്ടെ, എന്നെ കൂട്ടുന്നില്ല. ഗൈസ് നമുക്ക് ഈ പ്ലേസ് ഒന്ന് റിനോവേറ്റ് ചെയ്തെടുക്കണ്ടേ കുഞ്ഞോ? അത് ലൈറ്റ് ഒക്കെ വെച്ച് ഇരിക്കാനൊക്കെ സ്പേസ് ആകുമ്പോ ഈവനിങ് ഒക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ, നിനക്ക് ഈ ജനല് അതെ കുഞ്ഞിന്റെ റൂമായിട്ട് ജനലിന്റെ അപ്പുറത്ത്. റെഡി 1 2 3 come on. എന്താ ബാക്കിൽ നിൽക്കണേ? ഇടിയിട്ട് വിചാരിച്ചിട്ടാണ്. ഇന്നത്തെ പ്രവേശനം എത്ര മതി ഗൈസ്. അപ്പൊ നോക്കണ വാങ്ങി കൊടുത്ത് എന്റെ ബേബിക്കുട്ടി കുടിക്കൂലേ? എത്ര ലിറ്റർ കുടിച്ചെന്ന് അറിയില്ല, 2 ഫില്ല് ചെയ്തു. 2 ഫില്ല്. അപ്പൊ കൊടുത്തു കുഞ്ഞു ഒരാളെ ബോട്ടിൽ വേറെ. അയ്യേ, ഇവളെന്ത് ഡിസ്കസ്റ്റിംഗ് ആയിട്ട് കുടിക്കണേ, വൃത്തി കെട്ടവളെ. ഗൈസ് അപ്പൊ കൊച്ചിയില് നമ്മളുടെ ഐമാക്സ് വന്നിട്ടോ. കൊച്ചി ഐമാക്സ് ഇതാക്കണം. മുസാഫ എന്ന് പറഞ്ഞൊരു അങ്ങനത്തെ ഒരു സാധനം കാണാൻ പോലെ. ഗൈസ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഞാൻ മാത്രല്ല നിങ്ങൾ എല്ലാരും ജസ്റ്റ് പുറത്ത് പോവാണ്. സെൽഫി ക്യാമറ നീ മാറ്. നിന്റെ ഇപ്പറ സെൽഫി ഇല്ല കുരുപ്പ. നിന്റെ മേക്കപ്പ് ഒക്കെ എന്റെ ഫേസിലാണ്. അല്ല ഇവള് ആക്കി കഴിഞ്ഞാൽ അങ്ങനെ മേക്കപ്പ് ഫേസ്. പക്ഷെ കുഞ്ഞു എപ്പോഴും ഇങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ എന്റെ അവളുടെ മേക്കപ്പ് കൂടി എന്റെ മേത്താവും കേസ്. അങ്ങനത്തെ ഒരു കുരുപ്പ്. കുഞ്ഞു പണക്കായോ എന്റെ കൂടെ ഫോട്ടോ എടുക്കാത്തത്? എന്താ പണങ്ങിയ? എന്തെങ്കിലും ടിപ്പ് ഉണ്ട്? നീ മേക്കപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കടി അവൾക്ക്. കുഞ്ഞോളെ എന്തിനു നമ്മളെ കയ്യിൽ പരിഹാരം ഉണ്ട്. നമ്മളെ ബേബി പറഞ്ഞത് അവള് യൂസ് ചെയ്യുന്ന സീക്രട്ട്. ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് കാണിച്ചു തരാം. ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നുമില്ല, ഈസിയാണ്. നമ്മുടെ പർപ്പിൾ ആപ്പിൽ കണ്ടോ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഫൗണ്ടേഷൻ, ഈ ഫിക്സർ, ഈ ലിപ്സ്റ്റിക്. ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, അടിപൊളിയാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് എന്റെ കൂടെ സെൽഫി എടുക്കാം. അപ്പൊ നമ്മൾ ആ കുഞ്ഞിനെ പിടിച്ചോടെ എടുത്തിട്ടുണ്ട്. ഓക്കെ കുഞ്ഞു അല്ല ബേബി, എന്താണ് നമ്മൾ കുഞ്ഞിന് ചെയ്യാൻ പോകുന്നത്? സിമ്പിൾ ആണ്. ഫസ്റ്റ് ഈ ഫേസസ് കാനഡയുടെ ഫിക്സ് ആൻഡ് ഫിനിഷ് കിറ്റ്. ഇതാണ് ഫേസസ് കാനഡയുടെ അൾട്ടിമേറ്റ് പ്രോ മേക്കപ്പ് ഫിക്സ്. ഇത് 12 hours മേക്കപ്പ് സെറ്റ് ആക്കി വെക്കും. പിന്നെ ഒരു നാച്ചുറൽ ഡൂയി ഫിനിഷും തരും. അതുകൂടാതെ ഇത് നോൺ സ്റ്റിക്കും ആണ്, നല്ല ഹൈഡ്രേറ്റിംഗും ആണ്. നെക്സ്റ്റ് ഫേസസ് കാനഡയുടെ ഒരു 3-in-1 ഫൗണ്ടേഷൻ. ഈ നമ്മുടെ സ്കിന്നിനെ 24 മണിക്കൂറോളം മോയ്സ്ചറൈസ് ആക്കി വെക്കും. പിന്നെ ഇതിൽ SPF 30 ഇൻഫ്യൂസ്ഡ് ആയി വരുന്ന മാറ്റ് ഫൗണ്ടേഷൻ കവറേജും നമുക്ക് തരും. ഇത് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് വാവ് ലിക്വിഡ് ലിപ്സ്റ്റിക്. ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ചോക്കോ കുച്ചോ. ഈ ലിപ്സ്റ്റിക് 1 സ്വൈപ്പ് ആപ്ലിക്കേഷൻ ആണ്. ട്രാൻസ്ഫർ പ്രൂഫ്, ലോങ് ലാസ്റ്റിംഗ്, ഹൈലി പിഗ്മെന്റഡും ആണ്. മാത്രമല്ല ഇറ്റ് കോസ്റ്റ് അണ്ടർ 250 rupees. ഓക്കെ, ഇത് എവിടെ ആവില്ല. അതിനുവേണ്ടി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്. നമ്മുടെ കുട്ടി റെഡി ഇല്ലേ കുഞ്ഞു? പക്ഷെ എനിക്ക് തെളിവ് വേണം. കാരണം ഇവള് തെളിവ് കാണിച്ചു കൊണ്ടാ. ഓക്കെ, കാരണം അല്ലെങ്കിൽ എന്റെ മേല് പുട്ടിട്ട മാതിരി ആയിപ്പോ. നോക്കട്ടെ, അമർത്ത്. നോക്കൂ. അപ്പൊ ഇനി വാ നമുക്ക് സെൽഫി എടുക്കാം. അപ്പൊ ഈ പേർപ്പിളിന്റെ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടിൽ purple.com വാങ്ങുകയും. സോ ലിങ്ക് താഴത്തെ പ്രൊഡക്റ്റ് ഇടാക്കുകയും. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. എത്ര ദിവസമായി ഗൈസ് നമ്മൾ മിനി ഓൺ ആക്കിയിട്ട്. ലെറ്റ്സ് ഗോ. മിസ് മൈ മിനി കോട്ടൺ ഗൈസ്. അപ്പൊ എങ്ങോട്ടാ ഞങ്ങൾ പോണ വെച്ചാൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു പിസ്സ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാകുന്നത്. എസ്പെഷ്യലി അൽഫിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര കഴിവാണ് ഗൈസ് ഉണ്ടാക്കാൻ. ഈ എന്താ പറയാ, ഈ ബർഗർ, പിസ്സ, സാൻഡ്വിച്ച്, വെറുതെ പറയാം. അത് ഇവൾക്ക് കുക്കിംഗ് അറിയില്ല. പക്ഷെ എന്റെ ബേബി അങ്ങനെയല്ല. അവൾക്ക് ഇങ്ങനത്തെ ഈ എന്താ പറയാ വെസ്റ്റേൺ സ്റ്റൈൽ ഫുഡ്. ഇവള് ഇന്ന് ഡ്യൂട്ടിന്റെ കറുത്തർക്ക്. ഫൈനലി അങ്ങനെ എല്ലാ ബ്ലോക്കും കഴിഞ്ഞ് നമ്മളുടെ സ്വന്തം ലുലുവിലേക്കാണ് വന്നത്. കാരണം ലുലുവില് മാത്രമേ ഇല്ല. പക്ഷെ നമ്മളെ യൂസഫക്ക നമ്മളെ സ്വന്തം ആളാണ്. അപ്പൊ നമ്മളുടെ ലുലുവിലേക്ക് അങ്ങ് വളയ്ക്കാനിട്ടാ. എന്താണ് ഇവിടെ നടക്കണേ? എന്റെ കുഞ്ഞിന് എന്താ ചെയ്തേ? കുഞ്ഞു അയ്യോ, എന്റെ കുഞ്ഞുവിന് ജീവനില്ലേ? മതി അഭിനയിച്ച് എന്തൊരു ആക്ടിങ്. ഓസ്കാർ ഇപ്രാവശ്യം അനക്കന്നെ
പോലെ നമ്മളപ്പം പിസക്ക് വേണ്ടിയുള്ള സാധനം തപ്പി നടക്കട്ടെ. ഈ രണ്ടും എന്തൊക്കെയോ പറഞ്ഞെടുക്കുക, എന്നെ കൂട്ടുന്നില്ല കേസ്. നമ്മൾ ഇതാക്കണ പിസ വാങ്ങുന്ന സ്ഥലത്തെത്തി. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ഇങ്ങനല്ലല്ലോ വാങ്ങുന്നത്. നമ്മൾ പ്ലെയിൻ വാങ്ങണം, എന്നാലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതാ നീ കുറെ നേരമായിട്ട് തുടങ്ങിട്ട് കുഞ്ഞു. നമ്മുടെ പിസ ബേസ് കിട്ടി മോളെ. ഇത് ഉണ്ടാക്കാൻ നടക്കൂല, ഇത് ഉണ്ടാക്കാൻ ടൈം എടുക്കുമോ? ഇനി പോലെ ചള്ളൊക്കെ ഒന്നുകൊണ്ട് കൊടുത്താൽ കുറെ നേരമായി. കൊടുക്കുള്ള മോന്തൊക്കെ കൊടുക്ക്. കുരിപ്പ് ഗൈസ്. ഏതായാലും ഈ സാധനം വാങ്ങാം. കൊന്നേക്ക് ഒന്നും നോക്കണ്ട ഗൈസ്. കുഞ്ഞിന് ഗോവക്ക് പോകുമ്പോൾ അവിടെ ഇത്ര നേരം കഴിക്കാൻ വേണ്ടി ഇത്രയും നീളമുള്ള ഒരു സാധനം ഞാൻ വാങ്ങി കൊടുക്കാൻ പോവാണ്. കൊള്ളാടി. കുഞ്ഞു ഇതാക്കണ ഒരു ചെറിയ എന്താണ്, ചെറിയതെന്താണ്? എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു. ഒരു പിസ വാങ്ങാൻ പോയതാണ് ഗൈസ്. പക്ഷേ കുറേ സാധനങ്ങൾ വാങ്ങി. കൂടെ എനിക്ക് ഫേവറേറ്റ് പൊങ്ങും വാങ്ങി ഗൈസ്. പൊങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജന്തു കുഞ്ഞു ഗോവ പോകുമ്പോ അവിടെ എത്ര പേരെ അത് കഴിക്കണം. പൊളിക്ക് കഴിച്ചോ. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് തോന്നിട്ട് ഞാൻ മൊത്തം അത് കുറച്ചാലും വെച്ചിടായിരുന്നു കഴിക്കണമൊക്കെ. എങ്ങണ്ട് ഞാൻ ആദ്യമായിട്ട് കഴിച്ചു. ഇത്രയും വലിയ ബ്രെഡ് ഒരാള് കഴിക്കുന്ന കാണാ. എടി ഇവിടെ എത്ര തടിയുള്ളൂ അതിന്. ബോഡി ഷേമിങ് ബാഡാണ്. ബോഡി ഷേമിങ് ചെയ്യാത്ത ഒരാള് ഞാൻ കഴിച്ചേട്ടെ. നമ്മളപ്പോൾ ഇതാക്കണ വീട്ടിലെത്തി. ഓ മൈ ഗാഡ്, ലേറ്റ് ആയിട്ട്. എന്നാലും നമ്മൾ പീസ് ഉണ്ടാക്കിയിട്ട് കിടക്കും. ഇത് തുറന്നെടുക്കടി. മതിഞ്ഞോളെ കഴിച്ചേ. ഇങ്ങനെ കഴിക്കണോ? അപ്പോൾ പിസക്ക് വേണ്ടിയുള്ള ചിക്കൻ ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട്. സെയിം ടൈം ഇതാക്കണ ബേബി അതിൻ്റെ സവാളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം. കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മളെ ചീസ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ തന്നെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. 1 ടൊമാറ്റോ ഇതിങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാം നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണ്ട. എന്നാൽ മാത്രമേ അതിൻ്റെ മുകളിൽ കിടക്കുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. എല്ലാം നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. എല്ലാം സെറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓവനിൽ വെക്കാം, അല്ലെങ്കിൽ വേറെ മെത്തേഡും ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓവൻ ഓൺ ആക്കിയിട്ട് ഒരു ബ്രെഡ് അതിൽ വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത് കുറേ കാലം എടുത്തിട്ട്. ചിക്കനിൽ ഇതാക്കണ കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് എന്നിട്ട് അതൊന്ന് കുഴയ്ക്കുക. ചിക്കനപ്പം ഇതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. സെയിം ടൈം ഞങ്ങൾ ഇതാക്കണം പിസ്സ ബേസ് എടുത്ത് അതിന് മുകളിൽ ഇതിൻ്റെ പേരെന്താ കാണിക്കും ഈ സാധനം കേട്ടോ. പിസ്സ ഉണ്ടാക്കുമ്പം ഈ സാധനം ഉണ്ടെങ്കിൽ പിസ്സൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും. എന്നിട്ട് ഇതാക്കണം കുറച്ച് ടൊമാറ്റോ, കുറച്ച് ഓണിയൻ കേടുക്ക് ബേബി ഒരുപാടുണ്ട് കുറച്ച് വെക്കുക. പിന്നെ നമ്മൾ ഇതാക്കണം സെറ്റാക്കി വെച്ച ചിക്കൻ കൊണ്ട് എടുക്കുക, അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇടുക ഗൈസ്. പിന്നെ ഇതാക്കണം ഈ സാധനം ഗൈസ് പിസ്സ ഒർഗാനോ. ഇത് നമ്മൾ പിസ്സ കഴിക്കുമ്പോഴും ആക്കണം, പീസ ഉണ്ടാക്കുമ്പോഴും ആക്കണം അല്ലേ. എന്നിട്ട് ഇതാക്കണ ചീസ് ഇല്ല, അത് മാക്സിമം ഇതിന്റെ മുകളിൽ ഇങ്ങനെ നമുക്ക് എത്രയാണോ ചീസ് ഇഷ്ടം നമ്മുടെ സ്പൈസിനെസ് അതൊക്കെ അനുസരിച്ച് ഒർഗാനോയും ചീസും ഒക്കെ ഇടാം. എങ്ങനെയുണ്ട് ഞങ്ങളെ? നീ അല്ലേ എന്നെ പുച്ഛിച്ചിരുന്നേ? പുച്ഛിച്ചേ നീയല്ലേ. പിന്നെ എനിക്ക് ആകെപ്പുള്ള പേടി എന്താ അറിയോ, ഇത് എങ്ങനെയാണ് ഇത് വെക്കേണ്ടതെന്നൊന്ന് സെറ്റാക്കി ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അത് കത്തിപ്പോവാൻ ചാൻസ് ഉണ്ട്. നേരത്തെ ഞാൻ ബ്രെഡ് ആക്കിട്ടോ, ബ്രെഡ് ഇവിടെ ഉണ്ടായിരുന്നു, ബ്രെഡ് കത്തിപ്പോയി ഗൈസ് ടെസ്റ്റിൽ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ട് ഇത് എങ്ങനെയാണ്. അതിന് ഈ സ്വിച്ച് ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഗൈസ്, ഇതിനെന്താ കംപ്ലൈൻറ്റ് ഉണ്ട് ഗൈസ്. ഞങ്ങളെ ഓവൻ ചതിച്ച് എന്നിട്ട് ഞാൻ വേറൊരു മെത്തേഡിലാണ് ഞാൻ ആൽഫ്രഡ് ഇത് ഉണ്ടാക്കിയത്. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചാൽ എല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്യാം, ഓവൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ പീസ് ഇതാക്കണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ഉണ്ടാക്കേണ്ടത്, അത് സ്റ്റിൽ ഇപ്പോൾ അടുപ്പത്താണ്. കുഞ്ഞു ബാ കഴിക്ക്. വിടുന്നത് കറക്റ്റ് ഇട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം നമ്മളുടെ സ്വന്തം പിസ്സ ഗൈസ്. ഓ ലാല്ല നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ്, താങ്ക് യു ബേബി. ബേബി എന്നെ കഴിക്കാൻ എങ്ങനെ ഉണ്ട് കഴി, നീ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം, എന്നിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ട്. ഓളേ കുഞ്ഞ് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയേ. ആ പിസ്സ തന്നെ എനിവേ പിസ്സ അടിപൊളി. പിന്നെ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, നമ്മളെ ഫ്രണ്ട്സ് നെറ്റ്ഫ്ലിക്സിൽ നിന്ന് പോയി ഗൈസ്. നെറ്റ്ഫ്ലിക്സ് ഓൺ ആക്കണമെന്ന് ഫ്രണ്ട്സ് കാണാനായിരുന്നു കേട്ടോ. നിങ്ങൾ എത്ര പേര് ഫ്രണ്ട്സ് കാണുമെന്ന് എനിക്കറിയില്ല. വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസാണ്, നല്ലൊരു ഹാപ്പിനെസ്സും അങ്ങനത്തെ ഉള്ള സീരീസാണ്. അപ്പം അത് പോയിട്ട് നേരെ നമ്മളുടെ
ആമസോൺ പ്രൈമിലേക്ക് വന്ന് അതായത് എന്താ പറയുക നെറ്റ്ഫ്ലിക്സിൽ നിന്ന് പോയിട്ട് ആമസോൺ പ്രൈമിലേക്ക് വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈമിലേക്ക് കാണുമ്പോൾ നല്ല ക്വാളിറ്റി, എനിക്ക് തോന്നുന്നത് അത് 4Kയിലേക്ക് അപ്സ്കെയിൽ ചെയ്യുന്നു തോന്നുന്നു. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ കിട്ടും. നിങ്ങൾ കണ്ടില്ലെങ്കിൽ പ്രൈമിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടി. ബേബി ഇവിടെ ഡ്രസ്സൊക്കെ മാറി എത്തിയിട്ടുണ്ട്. നല്ല ഫ്ലവറിന്റെ ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് എത്തിയത്. ഫ്ലവർ പുഷ്പ എന്ന ഫ്ലവർ ആണോ ബേബി അതോ ഫയർ ആണോ? പറയടി. ഓക്കെ ഗൈസ്, അതാണ് നിൽക്കട്ടെ. നമുക്ക് ഫ്രണ്ട്സ് കാണാം. പക്ഷെ പ്രൈമിലായത് ഒരു രസമല്ല. ലൈക്ക് എന്താ പറയുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കാൻ രസമില്ല. നെറ്റ്ഫ്ലിക്സ് ആകുമ്പോൾ നല്ല സ്മൂത്തില് ഇങ്ങനെ മാറി കളിച്ചു. എന്ത് ആരുടെ? ഓക്കെ ബൈ. ഇത് വർക്ക് ചെയ്യുന്നില്ല ഗൈസ്. കുറച്ച് ലോഡിങ് ടൈം ഒക്കെ ഇടും, അതിന്റെ പ്രശ്നം. ബൈ ഗൈസ്, സീ യു ടുമോറോ.